അയാൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ അതെല്ലാം CPM-നെതിരായിട്ടാണ്. അയാൾ പറയുന്നത് എന്താണ്? CPM-ലെ ഈ പിണറായി വിജയ പി ശശി നേതൃത്വത്തിനെതിരായി താഴെത്തട്ടിലുള്ള പാർട്ടി അണികൾക്ക് വേണ്ടി, സാധാരണക്കാരായിട്ടുള്ള പാർട്ടി അണികൾ, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ബീഡി തൊഴിലാളികൾ, മറ്റു തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള താഴെത്തട്ടിലുള്ള പാർട്ടി അണികളുടെ കൂടെ നിന്നുകൊണ്ട് പിണറായിസത്തിനെതിരെയും പിണറായി വിജയനെതിരെയും പി ശശിക്കെതിരെയും ഒക്കെയുള്ള MR അജിത്കുമാറിനൊക്കെതിരെയുള്ളതാണ് തൻ്റെ സമരം എന്നാണല്ലോ അയാൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അയാൾ മത്സരിക്കുകയാണെങ്കിൽ അയാൾക്ക് വോട്ട് കൂടുതൽ കിട്ടാൻ പോകുന്നത് CPM-ന്റെ അണികളിൽ നിന്നാണെന്നുള്ളത് വളരെ ഇറ്റ് ഈസ് എ ഫോർഗോൺ കൺക്ലൂഷൻ. കാരണം അയാൾ UDF-നെതിരെ ഒന്നും പറയുന്നില്ല. അയാൾ പിന്നെ VD സതീശനെതിരെ മാത്രമേ പറയുന്നുള്ളൂ. അയാൾ UDF-നെതിരെ അല്ല. ഇപ്പോഴും അയാൾ മത്സരിക്കാൻ തീരുമാനിച്ചതിന് ശേഷവും അയാൾ UDF-നെതിരല്ല. അയാൾ എതിരായിട്ടുള്ളവരാരാണ്? ഒന്ന് പിണറായിസം, രണ്ട് VD സതീശൻ. VD സതീശൻ അല്ല UDF എന്നാണ് അയാൾ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും CPM-ൽ നിന്ന് ഇറങ്ങി വന്ന സമയത്തും പിണറായിസത്തിനെതിരായിട്ടുള്ള സമരത്തിലാണ് അയാൾ നേതൃത്വം കൊടുത്തിരുന്നതെങ്കിൽ പിണറായിസത്തിനെതിരെ പാർട്ടി അണികൾക്ക് വേണ്ടി സമരം ചെയ്ത ആളാണ് താൻ എന്നാണ് അയാൾ ഊറ്റം കൊണ്ടിരുന്നതെങ്കിൽ സ്വാഭാവികമായും അയാൾ പിടിക്കുന്നതിൽ 90% വോട്ടും CPM-ൻ്റെതായിരിക്കും.